ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോ തേർഡ് പാർട്ടിയോ ആരോടാണ് നിങ്ങളുടെ പേഴ്സണ് കൂടുതൽ ഇഷ്ടം എന്ന് നോക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ ഇല്ലേ എന്ന് ആദ്യം നോക്കാം. ഇവിടെ ഉണ്ട് എന്നാണ് ആൻസർ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ കർമ്മയാണ് കൂടുതലായിട്ടും ഇവിടെ തേർഡ് പാർട്ടി കാർമികമായിട്ടുള്ള ബന്ധം, തേർഡ് പാർട്ടിയുമായിട്ട് കർമ്മബന്ധം ഉള്ളത് കൊണ്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് തേർഡ് പാർട്ടിയെയും നിങ്ങളെയും ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയായിരിക്കും ഈ റീഡിങ് കാണുന്നത്. അവർ ഇല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ നേരെ വേറെ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, വേറൊരു വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ, ഒരു ലിങ്ക് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെ ലൈഫിൽ ഒരു മഹിളയാണ് തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു സ്ത്രീ ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിലുള്ള ആളായിരിക്കാം, അല്ല എങ്കിൽ ഔട്ട്സൈഡർ ആയിരിക്കാം. ഇവിടെ തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ സന്തോഷമായിട്ടാണോ ഉള്ളത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു തേർഡ് പാർട്ടി ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു തേർഡ് പാർട്ടി മാനിപ്പുലേറ്റിംഗ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും നിങ്ങളും തേർഡ് പാർട്ടിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി എന്താക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫേവറാക്കി മാറ്റണം എന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി നിങ്ങളെയും ഇവരെയും സന്തോഷമായിട്ട് ജീവിക്കുവാൻ അനുവദിക്കണം. അതിന് തേർഡ് പാർട്ടി ഇവർക്ക് ഫേവറായിട്ട് ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയാണ് എങ്കിൽ ഇവർക്ക് ഫാമിലിയും വേണം, നിങ്ങളും വേണം. അപ്പോൾ അതിനുവേണ്ടി സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ഇവരുടെ കൂടെ വേണം, പക്ഷേ നിങ്ങൾ ഇവരുടെ കൂടെ വേണം. ഇനി തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് ഫേവറായിട്ട് ഇരുന്നില്ല എങ്കിൽ എൻഡിങ് ആണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ ഈ സിറ്റുവേഷനും എൻഡാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹവും ഇമോഷൻസും എല്ലാം ഉണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയെ മാക്സിമം സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്നിട്ടും കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും, നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഇവർക്ക് ഫേവറാക്കി മാറ്റുവാനാണ് ശ്രമിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് എൻഡാക്കുന്നതിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല. ഇപ്പോഴുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് ഫേവറാക്കി നിർത്തുക തേർഡ് പാർട്ടി, അതാണ്. ഇനി അത് നടന്നില്ല എങ്കിലാണ് എൻഡിങ്ങിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ ഇവർ വളരെ ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവർ ചെറിയ ചെറിയ ചിന്തകൾ ചിന്തിക്കും, എന്നിട്ട് ചെയ്യുന്നത് വേറൊന്നായിരിക്കും. ഇവർ പലതും ചിന്തിക്കും, എനിക്ക് എൻ്റെ പേഴ്സണിന് വേണ്ടി ആക്ഷൻ എടുക്കണം, എൻ്റെ പേഴ്സണിന് വേണ്ടി തേർഡ് പാർട്ടി എന്താക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ എടുക്കുന്ന ആക്ഷൻ വേറെയായിരിക്കും. അപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോഴെങ്കിലും എനിക്ക് ഫേവറായിട്ട്, അതായത് എൻ്റെ പേഴ്സണും എനിക്കും ഫേവറായിട്ട് തീരുമാനം എടുത്തില്ല എങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എൻ്റെ ജീവിതമേ ഇല്ലാതാക്കും, ഇല്ല എങ്കിൽ ഞാൻ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കേണ്ടതായിട്ട് വരും എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഒന്നും ആക്ഷൻ എടുക്കുന്നത് വേറൊന്നുമാണ്. അപ്പോൾ അതാണ് ഇവിടെ പ്രശ്നം കൂടുതൽ ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവരുടെ ഫസ്റ്റ് ഫീലിംഗ് എന്ന് പറയുന്നത്, അതായത് ഇവരുടെ ആ ഒരു ഭാരം, അതായത് തേർഡ് പാർട്ടി എന്നുള്ള ആ ഒരു ഭാരം കാരണവും ഇവരുടെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ കാരണവും ഇവർ നിങ്ങളുമായിട്ട് അകലം വച്ചു. അതാണ് ഇവരുടെ ഫസ്റ്റ് ഫീലിംഗ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ മനഃപൂർവ്വമായിട്ടല്ല, ഇവരുടെ ആ ഒരു ഉത്തരവാദിത്വവും റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. മനുഷ്യനല്ലേ, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കാം. അത് കാരണം സിറ്റുവേഷൻ, അവസ്ഥ എന്നൊക്കെ പറയും അതിന്. അപ്പോൾ അത് കാരണം ഇവർ നിങ്ങളിൽ നിന്ന് അകലം വച്ചു. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ ഫീലിങ്സ്. ഇവിടെ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഇവർ ചിന്തിക്കുന്നത് ഇനിയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണം, എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കത്തില്ല സ്റ്റക്കായിട്ട് എന്നും ഇവർ തീരുമാനിച്ചു ചിന്തിക്കുന്നുമുണ്ട്.
ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഇവരുടേതായ രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നു. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭയങ്കരമായിട്ട് ഇവരെ തളർത്തുന്നു. ഇവരുടെ ഹൃദയം തന്നെ തകർക്കുന്നു. അപ്പോൾ കാരണം ഇത്രയും നല്ല നിങ്ങളെ വിട്ടിട്ടാണല്ലോ ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത വിഷമം വരുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ട്രൂ ലവ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണല്ലോ, നിങ്ങൾ തമ്മിൽ സംസാരമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇവർക്ക് നിങ്ങളോട് ട്രൂ ലവ് ഇല്ല എന്നായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് നിങ്ങളോട് ട്രൂ ലവ് ഇല്ല എന്നാണ് എങ്കിൽ ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. നിങ്ങൾക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ട്രൂ ആയിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇവിടെ സത്യസന്ധമായ സ്നേഹം ഉണ്ടാകുമ്പോൾ ഒരു അകൽച്ച ഉണ്ടാകുന്നത് സത്യമാണ്. കാരണം അകൽന്നാണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞ് ഒരിക്കലും സ്നേഹം ഇല്ലാതാവുന്നില്ല. സ്നേഹം ഉറപ്പായിട്ടും മനസ്സിലും ഹൃദയത്തിലും ഉണ്ട്. പക്ഷെ അത് തുറന്ന് കാണിക്കാൻ നിങ്ങൾ തമ്മിലിപ്പോൾ മിണ്ടുന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഇത് നിങ്ങളുടെ സ്നേഹത്തിലുണ്ട്. പക്ഷെ ഇവർ നിങ്ങളെ ട്രൂ ലവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എനർജി നോക്കുമ്പോൾ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ മാരേജ് വരെ കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതിൻ്റെ ആ ഒരു വിഷമത്തിലാണ്. ഇവിടെ വെയിറ്റിംഗ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ട്രൂ ലവിന് ഒരു കുറവുമില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ക്ലാരിറ്റി തരികയും ഈ ഒരു ബന്ധത്തെ സക്സസ് വരെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാരേജ് ലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വൈബ്രേഷൻ ഇവിടെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് തേർഡ് പാർട്ടി കാരണം സെപ്പറേഷനിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി നോക്കാം. ഇവിടെ ഉറപ്പായിട്ടും തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു അകലം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി ചിലപ്പോൾ കപ്പിളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു അകലം നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അച്ഛനും അമ്മയായിരിക്കും തേർഡ് പാർട്ടി, അതായിരിക്കാം കപ്പിൾസിൻ്റെ ആ ഒരു എനർജി വന്നത്. ഇപ്പോൾ വെയിറ്റിംഗ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 9 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് സമയമെടുക്കും തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ സെപ്പറേഷൻ ഉള്ളവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മോചനം ഉണ്ടാവത്തില്ല. പക്ഷേ ഉണ്ടാവും, പക്ഷേ കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ലോകം, ഈ ഒരു സമൂഹം, കുടുംബം, അച്ഛൻ അമ്മ, അങ്ങനെ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ കാസ്റ്റ് കൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഇമോഷണലി വിഡ്രോ ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ടൊരു മോചനം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ പേടിച്ചാണ് മിണ്ടാതിരിക്കുന്നത്. അതായത് അവരുടെ ഉത്തരവാദിത്തം, അച്ഛനും അമ്മയോടുള്ള പേടി, സമൂഹത്തിനോടുള്ള പേടി, അങ്ങനെയൊക്കെയാണ് മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പേടിയെല്ലാം മാറ്റി എല്ലാത്തിൽ നിന്നും വിട്ടു നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് കുറച്ചും കൂടെ സമയമെടുക്കും. നിങ്ങളൊന്ന് കാത്തിരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇവർ. ഇത് റീഡിങ് 9 അവേഴ്സ് തൊട്ട് 90 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആകും. വളരെ കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ട് സെപ്പറേഷനിലായിരുന്നവർക്ക് 9 ദിവസത്തിനുള്ളിൽ റെസൊണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവും, പക്ഷെ കുറച്ച് സമയം എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ആൾക്കാർക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.